ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചേമ്പിൻ്റെ താള് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് ഈ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ താളാണ് എടുത്തിട്ടുള്ളത്. ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള, അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി, ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. സവാള ഒരുപാട് വഴന്ന് പോവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള താള് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്ന ടൈമിൽ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഈ സമയത്ത് നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്താൽ വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിലേക്ക് ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കണില്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിതുപോലെ 1-2 തവണ മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ചേർക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ താളെടുക്കുന്ന സമയത്ത് തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടിയിട്ട് ചോറിൻ്റെയും ചപ്പാത്തീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.